ഹായ് മക്കളെ, അപ്പം +2 എക്സാംസ് ഒക്കെ കഴിഞ്ഞു, നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്തു, വളരെ ഹാപ്പി ആയിട്ടിരിക്കുക അല്ലെ. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? +2 സയൻസ് ഗ്രൂപ്പ് കഴിഞ്ഞ കുട്ടികൾ ഇനി എന്ത് ചെയ്യണം, ഏത് കോഴ്സ് വേണം എന്ന് തീരുമാനിക്കേണ്ട ദിവസങ്ങളാണ് ഇന്നും നാളെയും. അപ്പൊ നിങ്ങളുടെ പാരന്റ്സുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും മറ്റുള്ളവരുമായിട്ടും ഒക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്ത് ഏത് കോഴ്സാണ് നിങ്ങൾക്ക് താല്പര്യം, പാഷൻ, ഇഷ്ടമുള്ളൊരു കോഴ്സ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അതിനുശേഷം ഇപ്പൊ നിങ്ങൾക്ക് നഴ്സിംഗ്, BSc നഴ്സിംഗോ അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകളോ അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളോ ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ കേരളത്തിലെ ഗവൺമെന്റ് കോളേജിലും പ്രൈവറ്റ് കോളേജിലും അഡ്മിഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം LBS എന്ന് പറഞ്ഞ ഒരു ഏജൻസിയെ കുറിച്ച് അറിയണം. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന സയന്റിഫിക് റിസർച്ച് സെന്റർ ഉണ്ട്. നമുക്കറിയാം, ലാൽ ബഹദൂർ ശാസ്ത്രി നമുക്ക് അറിയാത്തവരുണ്ടാവില്ല. അപ്പൊ ആ റിസർച്ച് സെന്റർ ആണ്, ആ ഏജൻസിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, അലോട്ട്മെന്റ് നടത്തുന്നത്. അപ്പൊ നിങ്ങൾ ഈ 2-3 ദിവസം കൊണ്ട് ഏത് കോഴ്സ് വേണമെന്നും നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ഇഷ്ടമെന്നും ആ കോഴ്സിനെ കുറിച്ച് ജസ്റ്റ് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ, ഇതുവരെ LBS ഓപ്പൺ ആയിട്ടില്ല, LBSന്റെ സൈറ്റ് മിക്കവാറും ഈ ആഴ്ചയിലാണ് ഓപ്പൺ ആവുക. കാരണം റിസൾട്ട് അറിഞ്ഞ് 1 വീക്കിനുള്ളിൽ അത് ഓപ്പൺ ആവും. അങ്ങനെ ഓപ്പൺ ആവുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയിട്ട് LBS വഴി നിങ്ങൾക്ക് ആവശ്യമുള്ള BSc നഴ്സിംഗോ അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ ഒരുപാടുണ്ട്. BCVT ഉണ്ട്, കാർഡിയോ പെർഫ്യൂഷൻ ടെക്നോളജി ഉണ്ട്, OT ഉണ്ട്, അനസ്തേഷ്യ ഉണ്ട്, അതുപോലെ തന്നെ BPT ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ഉണ്ട്, അതുപോലെ BSc MLT ഉണ്ട്, കാർഡിയോ പെർഫ്യൂഷൻ ടെക്നോളജി ഉണ്ട്, കാർഡിയോ അനസ്തേഷ്യ ടെക്നോളജി ഉണ്ട്. അങ്ങനെ ഒരുപാട് കോഴ്സുകൾ, പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. അപ്പോൾ മെഡിക്കൽ മേഖലയിലേക്കാണ് വേണമെങ്കിൽ ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ BPharm എന്ന് പറഞ്ഞ കോഴ്സ് ഇല്ലേ, BPharm അതുപോലെ തന്നെ DPharm, അതൊരിക്കലും എന്തിലല്ല, നമ്മുടെ LBS വഴിയല്ല അഡ്മിഷൻ. അത് കീം, അതുപോലെ തന്നെ കീം കിട്ടണമല്ലേ, കീം എക്സാംസ് എഴുതി അതുവഴിയാണ് ഗവൺമെന്റ് അഡ്മിഷൻ കൊടുക്കുന്നത്. ബാക്കി വരുന്ന സീറ്റുകളിലേക്ക് മാനേജ്മെന്റ് വഴിയോ NRI വഴിയോ അഡ്മിഷൻ എടുക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ് കോളേജിൽ പോയിട്ട് വാങ്ങിച്ചാൽ മതി. അത് LBS വഴിയല്ല. ഏതൊക്കെ? BPharm, DPharm. അപ്പൊ അതുകൊണ്ട് ഫാർമസി അല്ലാത്ത ബാക്കി എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകളും അഡ്മിഷൻ നടത്തുന്നത് LBS ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞു കോഴ്സിനെ കുറിച്ച് ഏകദേശം ധാരണയായി, ഏത് കോഴ്സ് വേണമെന്നൊക്കെ ആഗ്രഹിച്ചതിന് ശേഷം നിങ്ങൾ LBSന്റെ പോർട്ടൽ ഓപ്പൺ ആക്കുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യും, അതിന്റെ നോട്ടിഫിക്കേഷൻ അയക്കും. അന്ന് തന്നെ നിങ്ങൾ പോയിട്ട് 1 അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ പോയിട്ട് LBS വഴി നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്പൊ അപ്ലൈ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ വേണം അത് നേരത്തെ തയ്യാറാക്കി വെക്കണം. പെട്ടെന്ന് കിട്ടിക്കോളുന്നില്ല. അപ്പൊ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അത് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾക്ക് +2 സയൻസ് ജയിച്ചതാണല്ലോ, അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കണം. ആ സർട്ടിഫിക്കറ്റ് പ്രിന്റ് എടുത്ത് വെക്കുക. ആധാർ കാർഡ് നിർബന്ധമാണ്. 17 വയസ്സ് തികഞ്ഞിരിക്കണം. ഓക്കെ. അപ്പം ഈ വർഷമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ ഡിസംബറിലേക്ക് 17 വയസ്സ് തികഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും, ഈ 2 സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് റെഡിയാക്കി വെക്കണം. അപ്പൊ ചില കുട്ടികൾ ഈ 2 സർട്ടിഫിക്കറ്റും നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവും. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം അത് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാഷണൽ ലെവലിലേക്ക് വേണ്ടി നമ്മൾ ചെയ്താണ്. ഇനി ഈ സ്റ്റേറ്റിന്റെ ഈ കാര്യത്തിന് വേണ്ടി വീണ്ടും ഒന്ന് തയ്യാറാക്കി വെക്കേണ്ടി വരും. അപ്പോൾ തയ്യാറാക്കി വെക്കുക നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും. പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് റിസർവേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ OBCയോ അതുപോലെ തന്നെ SC ST അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെതായ ഡോക്യുമെന്റ്സും കയ്യിൽ കരുതണം. പിന്നെ ഫോട്ടോ, നിർബന്ധമായും ഫോട്ടോസ് കയ്യിൽ കരുതണം. പിന്നെ സ്പോർട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ റിസർവേഷന്റെ സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതണം. ഇത്രയും ഡോക്യുമെന്റ്സ് റെഡിയാക്കിയതിനു ശേഷം നിങ്ങൾ ഏറ്റവും അടുത്തുള്ള അക്ഷയ സെന്ററിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഈ LBSന്റെ സൈറ്റ് പോർട്ടൽ ഓപ്പൺ ആയ അന്ന് അപ്ലോഡ് ചെയ്യണം. അപ്പൊ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാക്കി വെക്കണം. ഈ യൂസർ നെയിമും പാസ്വേഡും പിന്നെ ഇവിടെ അങ്ങോട്ടുള്ള എല്ലാ അലോട്ട്മെന്റും അത് ആവശ്യമാണ്. ഓക്കെ. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സ് തയ്യാറാക്കുക, കോഴ്സിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കി വെക്കുക, പാഷനേറ്റ് ആയ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. ഇത്രയും നിർബന്ധമായി ചെയ്യണം. അതിനുശേഷം ചില കുട്ടികൾ സംശയമാണ്, സാർ LBS വഴി അഡ്മിഷൻ കിട്ടുമോ? കഴിഞ്ഞ വർഷം എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? എത്ര മാർക്ക് വരെ അപ്ലൈ ചെയ്യാം? അപ്പം ഇതൊരു മെഡിക്കൽ സംബന്ധമായ കോഴ്സ് ആയതുകൊണ്ട്, പാരാമെഡിക്കലും BSc നഴ്സിംഗും ആയതുകൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതാണ് നിർബന്ധം. ഈ 3 ബാക്കിയെല്ലാം പാസ്സാവണം കേട്ടോ. മിനിമം ഒരു 45% എങ്കിലും
ആർക്ക് വേണം? പിന്നെ ജനറൽ കാറ്റഗറീസിന് വേണം 45 അല്ലെങ്കിൽ 50% OBC അത് വേണം. അപ്പൊ അതൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും, 45 50 മേലെ ഉണ്ടാവും. അതല്ല അവിടെ വിഷയം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആലോചിക്കുക, 100-ലാണ് അല്ലെ? അപ്പൊ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന 3 സബ്ജക്റ്റ് നമ്മൾ ഇൻഡെക്സ് മാർക്ക് എടുക്കണം. ഇപ്പൊ നമ്മൾ പിന്നെ CBSE സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, ICSE സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇതിന്റെ ഇൻഡെക്സ് മാർക്ക് വേണം. അപ്പൊ ഈ 3 സ്കൂളുകളിലെയും കുട്ടികൾക്ക് ഒരു റാങ്ക് ഉണ്ടാക്കണം, ഒരേ റാങ്ക്. നേരെ മറിച്ച് ഇപ്പൊ സ്റ്റേറ്റിലൊക്കെ നിങ്ങൾക്ക് അറിയാം 360-ലൊക്കെയാണ് മാർക്ക്, മറ്റവർക്ക് 300 മാർക്കേ ഉള്ളൂ. അപ്പൊ 360 നമുക്ക്, മറ്റവർക്ക് 300-ലാണ് ഔട്ട് ഓഫ് വരുന്നതെങ്കിൽ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? കൂട്ടിയിട്ട്. അപ്പം എക്സാമ്പിൾ നിങ്ങൾ സ്റ്റേറ്റിലെ കുട്ടികളാണെങ്കിൽ നിങ്ങളെ പിന്നെ 360, ഞാൻ CBSE കുട്ടിയാണെങ്കിൽ 300-ലായിരിക്കും. അപ്പൊ നമ്മൾ രണ്ടും മാർക്ക് വ്യത്യാസം വരുമല്ലോ. അപ്പൊ മാർക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു ഇൻഡെക്സ് മാർക്ക് എടുക്കണം. അപ്പൊ സ്റ്റേറ്റിന്റെ ഇൻഡെക്സ് മാർക്ക് വേറെ ആയിരിക്കും, അതുപോലെ തന്നെ CBSE ഇൻഡെക്സ് മാർക്ക് വേറെ ആയിരിക്കും. അപ്പൊ ഈ ഇൻഡെക്സ് മാർക്ക് പബ്ലിഷ് ചെയ്യാം, ഇൻഡെക്സ് മാർക്ക്. അപ്പൊ ഇൻഡെക്സ് മാർക്ക് എന്താണെന്നൊരു സംശയം ഉണ്ടാവും അല്ലെ? ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പൊ നിങ്ങൾക്ക് ഫിസിക്സിൽ ഇപ്പൊ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ ഫിസിക്സിൽ നിങ്ങൾക്കൊരു പിന്നെ 120-ല് ഒരു 110 കിട്ടിയിരിക്കാം. അപ്പൊ 110 ഡിവൈഡഡ് ബൈ 120, 110 ഹരിക്കണം 120 ഇൻറ്റു 100 ഈക്വൽ ടു ഒരു റേറ്റ് കിട്ടും. അതുപോലെ കെമിസ്ട്രി എത്ര മാർക്ക് കിട്ടിയത് നോക്കുക. 90 കിട്ടിയെങ്കിൽ 90 ഹരിക്കണം 120 ഇൻറ്റു 100 ഈക്വൽ ടു റേറ്റ് കിട്ടും. പിന്നെ വരുന്നത് അടുത്ത സബ്ജക്റ്റ് അല്ലെ, ബയോളജി. ബയോളജിയിൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് 95 ആണെങ്കിൽ 95 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ഈക്വൽ ടു റേറ്റ് കിട്ടും. ഈ 3 റേറ്റും കൂടെ കൂട്ടി കിട്ടുന്ന മാർക്കാണ് ഇൻഡെക്സ് മാർക്ക്. അത് സ്റ്റേറ്റിൽ അങ്ങനെയാണ്. പക്ഷെ CBSE സ്കൂളിലും ICSE പഠിച്ച കുട്ടികൾക്ക് ഇൻഡെക്സ് മാർക്ക് വരുമ്പോൾ അവർക്ക് 120-ലല്ല 100-ലായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അവരുടെയും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഏകദേശം രണ്ടുപേരുടെയും ഇൻഡെക്സ് മാർക്ക് ഏകദേശം ചെയ്യാവുന്ന രൂപത്തിൽ. ആ ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെന്റ് നടക്കുക. അപ്പൊ ആദ്യം ഒരു പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താനും വീണ്ടും ഒരു സമയം തരും. അതുപോലെ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റ് ട്രയൽ പബ്ലിക്കേഷൻ ആണ്. ആ റാങ്ക് ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ, ഇൻഡെക്സ് മാർക്കും റാങ്ക് ലിസ്റ്റും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോളേജിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് എത്ര കോളേജ് വേണമെങ്കിലും എത്ര കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ കേരളത്തിൽ എൻ്റെ അഭിപ്രായം ശരിയാണെങ്കിൽ 150-ന്റെ മേലെ BSc നഴ്സിംഗ് കോളേജുകളുണ്ട്. അതിൽ 150 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ, കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും വീടിന്റെ അടുത്തുമായ കോളേജുകൾ ആദ്യമായി സെലക്ട് ചെയ്യാം. അങ്ങനെ ഓർഡറിൽ ഒരു കറക്റ്റ് ഓർഡർ, ക്രോണോളജിക്കൽ ഓർഡറിൽ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കോളേജുകൾ. അതുപോലെ കോഴ്സും നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാം, ആ കോഴ്സും നിങ്ങൾക്ക് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ് LBS ഇപ്പൊ ഇൻഡെക്സ് മാർക്ക് വരാതിരിക്കട്ടെ, ഇപ്പൊ 270 260 ആണെങ്കിൽ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ 1 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സുകൾക്കും ഈ പോർട്ടൽ ഓപ്പൺ ആവും. അപ്പൊ അതിനും അപ്ലൈ ചെയ്യാം. ഇനി ജനറൽ നഴ്സിംഗോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കാർഡിയോ പ്രൊഫഷനോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ റേഡിയോ ടെക്നോളജിയോ MRIയോ മാഗ്നറ്റിക്സോ അനസ്തേഷ്യോ OT ഒക്കെ ചെയ്യാം. അത് ഇത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം. അല്ലാതെ നമ്മൾ ഒരിക്കലും ഹറിബറി ചെയ്യേണ്ട, പേടിക്കുകയും വേണ്ട. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം, നിങ്ങൾ ഫ്രണ്ട്സിനോട് പറയും വേണം. ഒരു കൃത്യമായിട്ട് എന്ത് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണ്. നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, മാർക്ക് ലിസ്റ്റ് ഒക്കെ നോക്കി ഏത് കോഴ്സാണ് താല്പര്യം എന്നൊക്കെ മനസ്സിലാക്കി, ഏത് കോഴ്സിനാണ് പോകേണ്ടതൊക്കെ മനസ്സിലാക്കുക, കോഴ്സിനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ ഈ LBSന്റെ പോർട്ടൽ ഓപ്പൺ ആവുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുക. ഹറിബറി ഒന്നും ചെയ്യേണ്ട. അഥവാ നീ തെറ്റ് പറ്റിയാലും പേടിക്കാനില്ല, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും അത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു 5 ദിവസത്തോളം സമയം നമുക്ക് തരും. അത് കഴിഞ്ഞിട്ടായിരിക്കും മാർക്ക് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും ഒക്കെ പബ്ലിഷ് ചെയ്യും. അപ്പൊ ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത് കിട്ടുക. ഇനിയിപ്പോ ഇൻഡെക്സ് മാർക്ക് ഇല്ല, നിങ്ങൾക്ക് വളരെ കുറവാണ്, LBS കിട്ടാൻ ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജുകളിൽ 50 സീറ്റ് പ്രൈവറ്റിൽ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് NRI ആയിട്ടോ അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റിലോ പൈസ കൊടുത്തോ ഡൊണേഷൻ കൊടുത്തൊക്കെ വാങ്ങിച്ചു. ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി ഓരോ കോഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ LBS വിളിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ നൽകും. LBS ഇതുവരെ വിളിച്ചിട്ടില്ല, ഈ വീക്ക് തന്നെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. ഓപ്പൺ ആകുമ്പോഴേക്കും ഒക്കെ സെറ്റാക്കി വെക്കുക. സെറ്റല്ലേ മക്കളെ? താങ്ക് യു.